നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റാണ് IV ഇൻഫ്യൂഷൻ നേഴ്സ് അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻ ക്ലിനിക് എന്താണെന്നുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിങ്ങൾ IV ഇൻഫ്യൂഷൻ തെറാപ്പി നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ചേറെ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. അതായത് IV ഇൻഫ്യൂഷൻ ക്ലിനിക് അല്ലെങ്കിൽ തെറാപ്പി എന്നാണ്, IV ഇൻഫ്യൂഷൻ നേഴ്സിന് വേണ്ടിയിരിക്കുന്ന ക്വാളിഫിക്കേഷൻ, അവരുടെ സ്കോപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഒരു IV ഇൻഫ്യൂഷൻ നേഴ്സ് എടുത്തിരിക്കേണ്ട സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ഒരു ഇൻഫ്യൂഷൻ നേഴ്സ് US ഉണ്ടാക്കുന്ന ആവറേജ് സാലറി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ IV ഇൻഫ്യൂഷൻ തെറാപ്പി അല്ലെങ്കിൽ ക്ലിനിക് എന്താണെന്ന് നമുക്ക് നോക്കാം. IV ഇൻഫ്യൂഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പേഷ്യൻസിന് കിട്ടേണ്ട IV മെഡിക്കേഷൻസ് ഒരു സ്റ്റെറൈൽ കാത്തറ്റർ വഴി അവരുടെ വെയിനിലേക്ക് ഡയറക്റ്റ്ലി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്നതാണ് IV തെറാപ്പി എന്ന്. IV ഇൻഫ്യൂഷൻ ക്ലിനിക് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി IV തെറാപ്പീസ് എല്ലാം ഹോസ്പിറ്റൽസിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഹെൽത്ത് കെയർ ഒത്തിരി അഡ്വാൻസ് ആയതിനു ശേഷം കോസ്റ്റ് കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയും അതുപോലെ പേഷ്യൻസിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയും അങ്ങനെ പല പല റീസൺസ് കാരണം IV തെറാപ്പീസ് ഹോസ്പിറ്റൽസിൽ കൊടുക്കുന്നതിന് കൂടാതെ ഒരുപാട് ആംബുലറ്ററി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻ തെറാപ്പി സെൻറ്റേഴ്സിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് IV ഇൻഫ്യൂഷൻ ക്ലിനിക്സ് അല്ലെങ്കിൽ IV ഇൻഫ്യൂഷൻ തെറാപ്പി ആംബുലറ്ററി സെൻറ്റേഴ്സ് ഒരുപാട് US വന്നത്. അപ്പം ഷോർട്ട് ടൈം ആയിട്ടും ലോങ് ടൈം ആയിട്ടും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പേഷ്യൻസിന് IV മെഡിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി ഉള്ള പ്രത്യേക ക്ലിനിക്സ് ഉണ്ട്. അതിനാണ് IV ഇൻഫ്യൂഷൻ ക്ലിനിക്സ് എന്ന് പറയുന്നത്. അവിടെ മെഡിക്കേഷൻസ് പേഷ്യൻസിന് മെയിനായിട്ടും പിക്ക് ലൈൻ അല്ലെങ്കിൽ മിഡ് ലൈൻ അല്ലെങ്കിൽ നോർമലായിട്ട് പേഷ്യൻസിൻ്റെ ഉള്ള പെരിഫറൽ ലൈൻ അല്ലെങ്കിൽ മെഡിപ്പോർട്ട് അല്ലെങ്കിൽ പോട്ടക്കാത്ത്, ഇത്രയും 3-4 ആക്സസ് വഴിയാണ് പേഷ്യൻസിന് മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതുപോലെ IV ഇൻഫ്യൂഷൻ ക്ലിനിക്സിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഒരു IV ഇൻഫ്യൂഷൻ നേഴ്സ് കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊരു വലിയ ലിസ്റ്റാണ്. അതിനകത്ത് IV ഹൈഡ്രേഷൻ തെറാപ്പീസ് ഇൻഫ്യൂഷൻ നേഴ്സ് കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കേഷൻസ് ഫോർ ക്രോണിക് ഇൽനെസ് ലൈക്ക് ക്രോൺസ് ഡിസീസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് അല്ലെങ്കിൽ സോറിയാസിസിനൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റിനെ ഏത് ട്രീറ്റ്മെൻറ്റാണോ അവർക്ക് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ IVIG ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൊടുക്കുന്നുണ്ടാവും. IV ആൻറ്റിബയോട്ടിക്സ്, അതായത് ക്രോണിക് വൂണ്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 6 to 8 weeks അല്ലെങ്കിൽ 3 months ഒക്കെ IV ആൻറ്റിബയോട്ടിക്സ് കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഉള്ളൊരു പേഷ്യൻസ് നോർമലി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകേണ്ട ഒരു ആവശ്യം അവർക്കില്ല, സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് വീട്ടിൽ പോയിട്ട് ഇതുപോലെ IV ട്രീറ്റ്മെൻറ്റ്സ് കിട്ടാൻ വേണ്ടി മാത്രം ഇൻഫ്യൂഷൻ സെൻറ്റേഴ്സിൽ പോകും. അവർ ആൻറ്റിബയോട്ടിക്സ് കിട്ടി അവരുടെ കോഴ്സ് 1 to 2 hours അല്ലെങ്കിൽ 4 hours അവരുടെ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അവർ വീട്ടിൽ പോകും. അതാണ് IV ആൻറ്റിബയോട്ടിക്സ്. അതുപോലെ തന്നെ കീമോതെറാപ്പി അഡ്മിനിസ്റ്റർ ചെയ്യും. പ്രീ ആൻഡ് പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യും. ഇമ്യൂണോമോഡുലേറ്റേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യും. അതുപോലെ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫൈസ്, ഫോർ എക്സാമ്പിൾ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ പേഷ്യൻസിന് കിട്ടുന്ന മെഡിക്കേഷൻ പ്ലാനാണത്. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ തെറാപ്പീസ്, സിവിയർലി കീമോതെറാപ്പി ഒക്കെ ഉള്ള കിട്ടുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ എല്ലാ ന്യൂട്രിയൻസും അപ്സൈഡ് ഡൗൺ ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് ഇതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ IV തെറാപ്പീസ് വഴി ഇൻഫ്യൂഷൻ ക്ലിനിക്സിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഫ്ലെബോട്ടമി, അത് വേറൊന്നുമല്ല. ഫോർ എക്സാമ്പിൾ പോളിസൈത്തീമിയ ഒക്കെ ഉള്ള പേഷ്യൻസ്, നിങ്ങൾക്കറിയാം പോളിസൈത്തീമിയയിൽ ഹൈ എമൗണ്ട് ഓഫ് RBCs ആണ് അവരുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന. ഒരു ബ്ലഡ് ഭയങ്കര വിസ്കസ് ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അവരുടെ ബ്ലഡിൽ നിന്നും അവരുടെ ബോഡിയിൽ നിന്നും ഇത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ഇത്ര സമയം കൂടുമ്പോൾ റിമൂവ് ചെയ്യണമെന്നുണ്ട്. അതാണ് തെറാപ്യൂട്ടിക്. അവരുടെ ആ അസുഖത്തിൽ നിന്നുള്ള സിവിയറിറ്റി കുറയ്ക്കാൻ വേണ്ടി തെറാപ്യൂട്ടിക് ആയിട്ട് ഫ്ലെബോട്ടമി, അതായത് വെനി പങ്ക്ചർ നടത്തിയിട്ട് അവരുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് റിമൂവ് ചെയ്യും. അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സും ഇതുപോലെ ഇൻഫ്യൂഷൻ ക്ലിനിക്സിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ IV ആൻറ്റിഎമറ്റിക്സ്, അതായത് സിവിയർ നോസിയ വോമിറ്റിംഗ് ഉള്ള പേഷ്യൻസ്, ഫോർ എക്സാമ്പിൾ പ്രഗ്നന്റ് ലേഡീസ്, ഹൈപ്രമെസിസ് ഗ്രാവിഡാരോ ഒക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇതുപോലെ IV ആൻറ്റിഎമറ്റിക്സ് ക്ലിനിക്സിൽ കൊടുക്കും. അതുപോലെ തന്നെ IV ഫ്ലൂയിഡ്സ്, ബ്ലഡ് പ്രൊഡക്ട്സ്, ക്രോണിക് പെയിൻ ഉള്ള പേഷ്യൻസിന് പെയിൻ മെഡിക്കേഷൻസ്, ഇത്രയൊക്കെ IV ഇൻഫ്യൂഷൻ സെൻറ്റേഴ്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് എല്ലാ IV ഇൻഫ്യൂഷൻ സെൻറ്റേഴ്സിലും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഏത് IV ഇൻഫ്യൂഷൻ സെൻറ്റർ നിങ്ങൾ ഏതിലാണോ വർക്ക് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ IV ക്ലിനിക്സ് തന്നെ ഹോസ്പിറ്റൽസിൽ, ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ IV ഇൻഫ്യൂഷൻ കൊടുക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആംബുലറ്ററി സെൻറ്റേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അത് വേണമെങ്കിൽ GI ക്ലിനിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നെഫ്രോ ക്ലിനിക്ക്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ന്യൂറോളജി ക്ലിനിക്ക്, അല്ലെങ്കിൽ കീമോതെറാപ്പി ക്ലിനിക്സ്. ഇതുപോലെ ഏത് ക്ലിനിക്സ് ആണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ അവിടെ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും എല്ലാ ഇൻഫ്യൂഷൻ നേഴ്സും ഒരു ക്ലിനിക്സിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല.
നെക്സ്റ്റ് ഒരു IV ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ആണ്. ഒരു IV നേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നെങ്കിൽ ഒരു ADN പ്രോഗ്രാം അല്ലെങ്കിൽ BSN പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബാച്ചിലേഴ്സ് വേണം നിർബന്ധമില്ല. നഴ്സിംഗിൽ ഡിപ്ലോമ പ്രോഗ്രാം ആയാലും മതി. ADN അല്ലെങ്കിൽ BSN കംപ്ലീറ്റ് ആയതിനു ശേഷം ഓഫ് കോഴ്സ് നിങ്ങൾ എക്സാം എഴുതിയെടുത്തതിന് ശേഷം 6 ലൈസൻസ് എടുക്കുക. ഇത്രയും സംഭവം കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്കൊരു ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് അമേരിക്കയിൽ വർക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സർട്ടിഫിക്കേഷൻ. ഇതും തമ്മിൽ ഡിഫറെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് എന്താണ് ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാം. നിങ്ങൾ ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 1600 വർക്ക് അവേഴ്സ് അതായത് നേഴ്സായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ സർട്ടിഫിക്കേഷനാണ് CRNI എന്നുള്ളത്. അതായത് സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് ഇൻഫ്യൂഷനിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റി സർട്ടിഫിക്കേഷൻ. അതായത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ INCC1.org പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള എന്തൊക്കെയാണ് എക്സാമിൻ്റെ റിക്വയർമെൻറ്റ്സ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. INCC എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇൻഫ്യൂഷൻ നേഴ്സ് സർട്ടിഫിക്കേഷൻ കോർപ്പറേഷൻ.org എന്നുള്ള ആ ഒരു ഇതിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് വേറൊന്നുമല്ല ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ADN അല്ലെങ്കിൽ BSN ഡിഗ്രി ഉണ്ടായിരിക്കണം. നിങ്ങൾ RN ലൈസൻസ് ആക്റ്റീവ് ആയിരിക്കണം. അതായത് RN ലൈസൻസിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു നേഴ്സ് ആയിരിക്കണം ഇൻഫ്യൂഷൻ ക്ലിനിക്സിൽ. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണോ എക്സാം എഴുതിയെടുക്കുന്നത് ആ എക്സാമിൻ്റെ പാസ്റ്റ് 2 ഇയേഴ്സിൽ 1600 അവേഴ്സ് നിങ്ങൾ ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ നിർബന്ധമില്ല. അത് ഇൻഫ്യൂഷൻ സെൻറ്റേഴ്സിൽ ഒരു എഡ്യൂക്കേറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലോ അല്ലെങ്കിൽ റിസർച്ച് ബേസിലോ എന്ത് വേണേലും ആകാം. അതായത് ബെഡ് സൈഡിൽ ഇൻഫ്യൂഷൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഈ 3 ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഇരിക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. വൺസ് എക്സാം ഇതൊരു 3 അവേഴ്സിൻ്റെ എക്സാമാണ്. എനിക്ക് തോന്നുന്നു 170 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് CRNI എന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ കിട്ടും. അതിനുശേഷം വൺസ് നിങ്ങൾക്ക് ഇത് കിട്ടിയാൽ പിന്നെ എല്ലാ 3 ഇയേഴ്സ് കൂടുമ്പോൾ മാത്രം നിങ്ങളിത് റിന്യൂ ചെയ്താൽ മതി. റിന്യൂ ചെയ്യേണ്ടപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് എക്സാം എഴുതിയെടുത്ത് രണ്ടാമതൊരു എക്സാം എഴുതിയെടുത്ത് ഇത് റിന്യൂ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര അവേഴ്സ് ഓഫ് CEs കംപ്ലീറ്റ് അവർ പറയുന്ന ഏരിയയിലുള്ള CEs കംപ്ലീറ്റ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്താലും നിങ്ങൾക്ക് സർട്ടിഫൈഡ് ആകാൻ പറ്റും. ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ ഒരു നോർമലായിട്ടുള്ള IV ഇൻഫ്യൂഷൻ നേഴ്സും ഒരു സർട്ടിഫൈഡ് IV ഇൻഫ്യൂഷൻ നേഴ്സും തമ്മിൽ നിങ്ങൾക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവർ എക്സ്ട്രാ മൈൽ പോയി സർട്ടിഫിക്കേഷൻ എടുത്തിരിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും അവർ വർക്ക് ചെയ്യുന്ന ഫെസിലിറ്റീസ് അവർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഈവൻ പേ റൈസ് പോലും അതിനെ ബേസ് ചെയ്തിട്ട് എന്താണെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ സർട്ടിഫിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഒരു IV ഇൻഫ്യൂഷൻ നേഴ്സിന് ഉണ്ടായിരിക്കേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ചോദിക്കാം. ഓഫ് കോഴ്സ് പേഷ്യൻ്റ് വരുമ്പം ഓഫ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെയാണ് ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് സ്റ്റേ ഹാപ്പൻ ചെയ്യാൻ പോകുന്നൊരു ക്ലിയർ പിക്ചർ പേഷ്യൻ്റ് കൊടുക്കുക. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതൊക്കെയാണ് എക്സ്പെക്റ്റഡ് ആയിട്ട് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത് എന്നതൊക്കെ കാര്യങ്ങളാണ് അവർ അവെയർ ആയിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പോസിബിൾ സൈഡ് എഫക്ട്സ് എന്നതൊക്കെ ഹാപ്പൻ ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് IV പോകുന്ന സമയത്ത് അവർ IV സൈറ്റിൽ ലുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇൻഫിൽട്രേഷനോ എക്സ്ട്രാവസേഷനോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്നതായിരിക്കും പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുള്ള കാര്യങ്ങൾ അതൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്തിരിക്കണം പേഷ്യൻ്റ് നേരത്തെ. ഓക്കെ, നെക്സ്റ്റ് വെനി പങ്ക്ചർ അതായത് ഏത് പേഷ്യൻറ്റിന് എങ്ങനത്തെ കൂട്ട് മെഡിക്കേഷൻസ് ആണോ അവർക്ക് കിട്ടാൻ പോകുന്നത് അതിനനുസരിച്ച് ചില ട്രീറ്റ്മെൻറ്റ്സിൽ അവർക്ക് ബ്ലഡ് വർക്ക്സ് മെഡിക്കേഷൻ കിട്ടുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം. കാരണം ആ ലാബിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പേഷ്യൻറ്റിന് എത്ര എമൗണ്ട് ഓഫ് മെഡിക്കേഷനൊക്കെ കിട്ടേണ്ടതെന്നൊക്കെ ഉള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഇൻഫ്യൂഷൻ നേഴ്സ് ചിലപ്പം വെനി പങ്ക്ചർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കില്ല് ഇൻഫ്യൂഷൻ നേഴ്സിന് അവിടെ ആവശ്യമായിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഓഫ് കോഴ്സ് പേഷ്യൻറ്റിനെ വെരിഫൈ ചെയ്യുക. നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഉള്ളതനുസരിച്ച് ഉള്ളതൊക്കെ വെച്ചിട്ട് പേഷ്യൻ്റെ ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യുക. പിന്നെ ലൈൻ ആക്സസ് ചെയ്യുക. പിക്ക് ലൈൻ ആണോ, പുതിയ IV ഉണ്ടെങ്കിൽ പുതിയ IV ഇടുക. അല്ലെന്നുണ്ടെങ്കിൽ പിക്ക് ലൈനോ മിഡ് ലൈനോ അല്ലെങ്കിൽ മെഡിപ്പോർട്ടുമായിട്ട് പേഷ്യൻ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സ്റ്റെറൈൽ വേയിൽ തന്നെ ആ ഒരു സൈറ്റ് ആക്സസ് ചെയ്യുക. പിന്നെ പ്രീ മെഡിക്കേഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതുപോലെ ബെനഡ്രിലോ അല്ലെങ്കിൽ ആൻറ്റി എമറ്റിക് മെഡിക്കേഷൻസ് എന്തെങ്കിലും ഇൻഫ്യൂഷൻ കിട്ടുന്നതിന് മുമ്പ് കൊടുക്കാനുണ്ടെങ്കിൽ അത് അഡ്മിനിസ്റ്റർ ചെയ്യുക. ഓഫ് കോഴ്സ് പിന്നെ
കൊടുക്കേണ്ട പേഷ്യൻസിന് കിട്ടേണ്ട മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുക. മീൻ ടൈമിൽ പേഷ്യൻസിൻ്റെ വൈറ്റൽ സെൻസ് ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് EKG മോണിറ്ററിങ് ചെയ്യേണ്ട മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതൊക്കെ ഈ മീൻ ടൈമിൽ ഇൻഫ്യൂഷൻ നഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ IV സൈറ്റ് ചെക്ക് ചെയ്യുക. അത് ഏത് ടൈപ്പിലുള്ള മെഡിക്കേഷനാണ് കിട്ടുന്നത്, അതിനനുസരിച്ച് എക്സ്ട്രാവസേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള റിസ്ക്കുള്ള മെഡിക്കേഷൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് IV സൈറ്റ്സ് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ നഴ്സ് മെഡിക്കേഷൻസ് ഏത് മെഡിക്കേഷൻസാണ് കൊടുക്കേണ്ടത്. മിക്ക ഇൻഫ്യൂഷൻ ക്ലിനിക്സിലെ മിക്ക മെഡിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ കീമോതെറാപ്പി മെഡിക്കേഷൻസ് ഒക്കെ ഡബിൾ വിറ്റ്നസ് വേണ്ട ആവശ്യമുള്ള മെഡിക്കേഷൻസ് ആയിരിക്കും. അങ്ങനെയുള്ളതാണെങ്കിൽ 2 നഴ്സുമാർ തമ്മിൽ വിറ്റ്നസ് എന്നതിന് ശേഷമാണ് അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ IV ഇൻഫ്യൂഷൻ നഴ്സ് പേഷ്യൻ്റ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു. മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്ക് അവർ കോമ്പിറ്റൻ്റ് ആയിരിക്കണം. കാരണം മൾട്ടി ഡിസിപ്ലിനറി ടീം വർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഡോക്ടേഴ്സിനെ ലാബ് വർക്ക് ചെയ്തതിന് ശേഷം ലാബ് നമ്പേഴ്സ് എന്താണോ അത് ഡോക്ടർ ഓഫീസിൽ വിളിച്ച് ഡോക്ടറിനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ഡോസേജ് ഓർഡർ എടുക്കേണ്ടത്, എത്ര മെഡിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഓർഡർ എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പം ആ ഡോക്ടേഴ്സിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കും. അതേസമയത്ത് ഫാർമസിസ്റ്റിനെ വിളിച്ച് ഫാർമസീനെ മെഡിക്കേഷനെ പറ്റി ഇപ്പം ടോക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ നേഴ്സും പേഷ്യൻറ്റും മാത്രമല്ല, ഇവിടെ ഡോക്ടേഴ്സ്, ഫാർമസി, അങ്ങനെ പല ഡിസിപ്ലിൻസുമായിട്ട് ഇവിടെ ടീം വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഇൻഫ്യൂഷൻ നഴ്സ് എപ്പോഴും ആ ഒരു കാര്യത്തിൽ കോമ്പിറ്റൻ്റ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓഫ് കോഴ്സ് ആക്ട് ആസ് എ പേഷ്യൻ്റ് അഡ്വക്കേറ്റ്, അതായത് പേഷ്യൻ്റെ ഒരു സിറ്റുവേഷൻ വരുമ്പം അവരുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ ഉള്ള ഇഷ്യൂ ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് കേസ് മാനേജറിൻ്റെ കൺസൾട്ടിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടോ, അതിനനുസരിച്ച് അതിനാവശ്യമുള്ള ടീമുമായിട്ട് നിങ്ങളെപ്പോഴും ടോക്ക് ചെയ്ത് പേഷ്യന് വേണ്ടി ഒരു അഡ്വക്കേറ്റായിട്ട് ആക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കും. പിന്നെ എക്യുപ്മെൻറ്റ് യൂസ്, ഓഫ്കോഴ്സ് ഈ മെഡിക്കേഷൻ എല്ലാം കൊടുക്കുന്ന IV പമ്പ്സ് വഴിയായിരിക്കും, അല്ലെങ്കിൽ സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ IV പമ്പ്സ്. ആ പമ്പ്സിനെ പറ്റിയൊക്കെ ഉള്ളൊരു നോളജ് IV ഇൻഫ്യൂഷൻ നഴ്സിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏത് മെഡിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടത് അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതിൻ്റെ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് പോസിബിൾ ഹാപ്പൻ ചെയ്യാനുള്ളതെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്ത് അഡ്വേഴ്സ് എഫക്റ്റാണ്, എന്ത് അലർജിക് റിയാക്ഷൻ ആണ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളത് അറിഞ്ഞ് നോളജ് IV ഇൻഫ്യൂഷൻ നഴ്സിന് ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. അഥവാ ഇനി സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെഡിക്കേഷൻ. ചില മെഡിക്കേഷൻസിന് ഈവൻ കൊടുക്കുന്ന റേറ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ ഓഫ് കോഴ്സ് ആ ഒരു സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അഡ്വേഴ്സ് റിയാക്ഷൻസ് കുറയുന്നതായിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെഡിക്കേഷൻ. സോ ഇതൊക്കെ നിങ്ങൾ ഒരു ഇൻഫ്യൂഷൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ഏത് മെഡിക്കേഷനാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇത്രയേറെ കാര്യങ്ങളാണ് ഒരു കോമൺ ആയിട്ട് ഒരു IV ഇൻഫ്യൂഷൻ നഴ്സായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ്, US ഒരു ഇൻഫ്യൂഷൻ നഴ്സ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര സാലറി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അഗെയിൻ ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഏത് എഡ്യൂക്കേഷനാണ് അവർക്കുള്ളത്, ADN ആണോ BSN ആണോ ആദ്യം മാസ്റ്റേഴ്സ് പ്രോഗ്രാം അവർക്കുണ്ടോ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ സാലറി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അഡീഷണൽ സ്കിൽസ് എന്തെങ്കിലും അവർക്കുണ്ടോ, അതായത് ഫോർ എക്സാമ്പിൾ ഡിക്ലൈൻഡ് ആണുള്ള സ്കില്ലോ അങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൽ അവർക്കുണ്ടോ, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സാലറി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഏത് വിച്ച് സ്റ്റേറ്റ് ദേ വർക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ന്യൂയോർക്ക് അല്ലെങ്കിൽ കാലിഫോർണിയ പോലുള്ള സ്റ്റേറ്റുകളാണ് ഓഫ് കോഴ്സ് അവരുടെ സാലറി ഹൈ ആയിരിക്കും. പക്ഷേ അതിനനുസരിച്ച് തന്നെ അവരുടെ ലിവിങ് എക്സ്പെൻസും ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ ഹൈ ആയിരിക്കും അങ്ങനത്തെ സ്റ്റേറ്റ്സിൽ. അഗെയിൻ വിച്ച് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ദേ വർക്ക്, ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണ് ഇൻഫ്യൂഷൻ നഴ്സ് വർക്ക് ചെയ്യുന്നത്. അഗെയിൻ ഹോസ്പിറ്റൽ സെറ്റിങ്സിലാണെങ്കിൽ തന്നെ അതൊരു സ്റ്റേറ്റിൻ്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബെനിഫിറ്റ് ഉള്ള ഹോസ്പിറ്റലാണോ, അല്ലാതെ ഡിഫറെൻറ്റ് ആംബുലറ്ററി സെൻറ്റേഴ്സ് ആണെങ്കിൽ അതൊരു ബിഗ് കോർപ്പറേറ്റിനോട് പാർട്ടായിട്ടുള്ളൊരു സെൻറ്റേഴ്സ് ആണോ, അങ്ങനെയൊക്കെ ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ സാലറി എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരു ബിഗിനർ ഇൻഫ്യൂഷൻ നഴ്സ് എന്നുള്ളത് beginner infusion nurse they can start anywhere from $27 to $30. പിന്നെ അതുപോലെ തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പെൻസ് കൂടുന്നതനുസരിച്ച് ഒരു 10-15 അല്ലെങ്കിൽ 20 years എക്സ്പെൻസ് ആയുള്ള ഒരു ഇൻഫ്യൂഷൻ നഴ്സ് ദേ മേക്ക് എനിവേർ ഫ്രം $40-45 അല്ലെങ്കിൽ ഈവൻ $50 വരെ മേക്ക് ചെയ്യുന്ന ഇൻഫ്യൂഷൻ നഴ്സസ് ഉണ്ട്. അഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൾ അവരൊരു ഇൻഫ്യൂഷൻ നഴ്സ് ഒരു മാനേജർ പൊസിഷനാണോ അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവരുടെ സാലറി റൈസ്. എനിവേ ഒരു $27 അല്ലെങ്കിൽ $30 തുടങ്ങി ഒരു $40-45 അല്ലെങ്കിൽ $50 വരെ റേഞ്ച് വരുന്നൊരു സാലറിയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത് ഇൻഫ്യൂഷൻ നഴ്സ് മേക്ക് ചെയ്യുന്നത്.
അത്രയുമാണ് സാലറിയിൽ ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ മെഡിക്കൽ ഇൻഫ്യൂഷൻ നേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പെഷ്യാലിറ്റി ദാറ്റ് യു ക്യാൻ ചൂസ്. എല്ലാം കൊണ്ടും ഇപ്പം പറഞ്ഞു കേട്ടതനുസരിച്ച് ഒരു ന്യൂ ഗ്രാജുവേറ്റ് ആണ് നിങ്ങളെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്താണെങ്കിലും ട്രെയിൻ ചെയ്യും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്ത് എന്താ പറയണ്ടേ, ഓവർവെൽംഡ് ആകേണ്ട ആവശ്യമില്ല. This is one of the best specialty that you can choose as a nurse. Okay, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തുക. വേറൊരു വീഡിയോ കാണുന്നവരെ യു ടേക്ക് കെയർ. ഓക്കെ, ബൈ.